ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഐറ്റവുമായിട്ടാണ്. കണവ കൊണ്ടുള്ളൊരു ഡിഷാണ് ഉദ്ദേശിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് കൂന്തൾ എന്ന് പറയും. അപ്പോൾ അതായത് കൂന്തൾ അല്ലെങ്കിൽ കണവ കൊണ്ടൊരു തോരനാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കൂന്തളാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കൂന്തളാണിത്. അപ്പോൾ നമുക്കിതിനെ ചെറിയ ചെറിയ പീസസ് ആക്കണം. ഞാനിവിടെ റിങ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ കണവയൊന്ന് വെന്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു കുക്കറിലേക്ക് കണവ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേകാൻ വെക്കാം. ഇപ്പോൾ കണവയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. നമ്മളത് നോക്കിയിട്ടൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ കണവ വേകാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലൊരു 2 വിസിൽ വന്ന് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് തോരന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയാണ്. അപ്പോൾ ഇത് തീർത്തും അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. അപ്പം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ചെറിയ സവാള പൊടിയായി അരിഞ്ഞത്, ഒരു 10 ചുമന്നുള്ളി 2-3 ഞാൻ കീറിയിട്ടിട്ടുണ്ട്, ഒരു പിടി കറിവേപ്പില, ഒരു 3 പച്ചമുളക് എന്നിവയാണ്. ഇപ്പോൾ ഒരു 3 വിസിലായി. ഇപ്പോൾ എൻ്റെ കണവ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തോരനാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നതിന് ആവശ്യമായ അത്രയും വെളിച്ചെണ്ണയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള, ഉള്ളി, പച്ചമുളക് എന്നിവ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഡാർക്ക് ബ്രൗൺ ആകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് വീണ്ടും നമുക്ക് തേങ്ങാപ്പീരൊക്കെ അകത്തിട്ട് ഇത് കുക്കാക്കേണ്ടതാണ്. അതുകൊണ്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലേശം ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കണവ വേകാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് പൊടികളാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടി. തീ പ്രത്യേകം ലോ ഫ്ലെയിം ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ ചതച്ചെടുത്തതാണ്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ തേങ്ങയും പീരയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കാം. അപ്പോൾ കണവ വെള്ളം അതിനകത്ത് മിച്ചം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ വറ്റി ഇത് നന്നായിട്ട്
തോർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കും നിങ്ങൾ തുറന്ന് നോക്കണം. അപ്പം വെള്ളമൊക്കെ വറ്റിയെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.